ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നേച്ചർ ഓഫ് ഫിസിക്കൽ ലോ അതുപോലെ തന്നെ യൂണിറ്റ്സ് ഈ ഒരു രണ്ട് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ് ആണ്. സോ ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫിസിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടു ഡിസ്കവർ ആൻഡ് കോംപ്രിഹെൻഡ് ദ ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് നേച്ചർ അപ്പോൺ വിച്ച് ഓൾ ഫിസിക്കൽ ഈവൻസ് ആർ ബേസ്ഡ്. അല്ലേ, അപ്പൊ നമുക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ഈവൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൂൾസുകളും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, so any physical law that is developed should explain the present fact and predict future findings, withstand experimental verifications and stand the test of time. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഷുഡ് എക്സ്പ്ലെയിൻ ദ പ്രസന്റ് ഫാക്ട്സ്. പ്രസന്റ് ആയിട്ട് അതിന് എന്തൊക്കെയാണ് ഫിസിക്കൽ ലോ, അല്ലെങ്കിൽ പ്രസന്റ്ലി എന്തൊക്കെയാണ് അത് ഫോളോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷനിലൂടെ ഇതൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഒരു ഫിസിക്കൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേച്ചർ ഓഫ് സയൻസ് ആണ്. അപ്പൊ നാച്ചുറലായിട്ട് നമുക്ക് നടന്നിരിക്കുന്ന എല്ലാ ഫിനോമിനാസുകളുടെ അണ്ടറിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ലോ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ദ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് റിമൈൻസ് അൺആൾട്ടേർഡ് ഡ്യൂറിംഗ് എ പ്രൊസീജിയർ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. ഒന്ന് കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. സോ ദ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെയാണ്. അത് ആ ഒരു പ്രൊസീജിയറിന്റെ സമയത്ത് അൺആൾട്ടേർഡ് ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല അതിന്. ഓക്കെ, അപ്പൊ അതാണ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. The rules of conservation of mass, energy, linear momentum, angular momentum, charge parity and so on are examples of general conservation laws in nature. അപ്പൊ നമ്മൾ പഠിച്ചൊരു മെയിൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസർവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എനർജി കൺസർവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. എന്താണ് എനർജി കൺസർവേഷൻ? Energy can neither be created nor be destroyed. It can be changed from one form to another form. അല്ലെ, ഒരു എനർജീനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. അതിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെ, അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു കൺസർവേഷൻ ഓഫ് ലോ ഇൻ നേച്ചർ. നേച്ചറിൽ വരുന്ന ഒരു കൺസർവേഷൻ ഓഫ് ലോ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇലക്ട്രിക്കൽ അയൺ ബോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അല്ലെ, നമ്മുടെ ഡേ ലൈഫിൽ വരുന്നതാണ് ഇതൊക്കെ. ദെൻ ഫാനിൽ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് റൊട്ടേഷണലാണ് വരുന്നത്. അങ്ങനെ പലതും നമുക്ക് എങ്ങനെയാണ് വരുന്നത്, എന്താണ്, നമ്മൾ ഒരു എനർജി ഫോമിൽ അല്ലെങ്കിൽ ഒരു ഫോമിലുള്ള ഒരു എനർജീനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയൊരു എനർജി നിർമ്മിക്കാനോ നമുക്ക് സാധിക്കില്ല. അതാണ് ഒരു കൺസർവേഷണൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ ഫിസിക്കൽ പ്രോസസ് ടു സോർട്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ആർ ഇൻവോൾവ്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വേരിയബിൾ ക്വാണ്ടിറ്റീസ് ആൻഡ് കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ്. നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും വേരിയബിളും കോൺസ്റ്റന്റും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, വേരി ആവുന്നില്ല. കോൺസ്റ്റന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഫിക്സ്ഡ് വൺ ആയിരിക്കും. സോ നമുക്ക് നോക്കാം. Quantities that remain constant or constant quantities. Constant amount are quantities that remain constant during a natural process. ഒരു നാച്ചുറൽ പ്രോസസ്സിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നില്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. അതാണ് കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. Because they are conserved in nature, these values are also known as conserved quantities. ഓക്കെ, അപ്പൊ അത് നേച്ചറിൽ കൺസേർവ്ഡ് ആണ് അല്ലെ, നേച്ചറിൽ കൺസേർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെ എന്ത് വിളിക്കാം? കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, സോ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് ആർ ഓൾസോ നോൺ ആസ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ബിക്കോസ് they won't change. The quantities will not change or it will remain constant during a natural process. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു ബോഡി, when a body falls freely under gravity, its mechanical energy is preserved. ഒരു ബോഡി ഗ്രാവിറ്റിയിൽ അണ്ടർ ഗ്രാവിറ്റിയിൽ ഫ്രീ ആയിട്ട് വീഴുകയാണ്. അതിന്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അല്ലെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിന്റെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ്സിൽ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു റിലേറ്റീവ് പൊസിഷൻ, ആ ഒരു പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ആ ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി പറയുന്നത്. സോ ദ സം ഓഫ് ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. അപ്പൊ ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുമ്പോൾ അതിന്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് പ്രിസർവ്ഡ് ആയിരിക്കും. ഓക്കെ, although kinetic energy and potential energy vary every second during an object's free fall, the total mechanical energy is constant. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഒന്നും വേണ്ട, നമ്മളൊരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു കല്ല് ഞാൻ താഴ്ത്തേക്ക് ഇടാണ്. ഓക്കെ, അപ്പൊ ആ കല്ലിന്റെ കൈനറ്റിക് എനർജി ഓരോ സെക്കൻഡിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സെയിം അതിന്റെ
പൊട്ടൻഷ്യൽ എനർജി ഒരു പൊസിഷൻ ബേസ് ചെയ്ത് വരുന്നതല്ലേ. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഓരോ ടൈമിലും വേരി ആയിക്കൊണ്ടേയിരിക്കണം, ഓരോ സെക്കൻഡ്സിലും വേരി ആകും. പക്ഷേ ഇത് രണ്ടും കൂടി സം ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റീസ് ദാറ്റ് വേരി ഓർ വേരിയബിൾ ക്വാണ്ടിറ്റീസ് എന്താ വരുന്നത്? വേരിയബിൾ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ദാറ്റ് ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് നാച്ചുറൽ പ്രോസസ്. ഒരു നാച്ചുറൽ പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ട് അതിന്റെ ക്വാണ്ടിറ്റീസുകൾ ചേഞ്ച് ആകുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? വേരിയബിൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ഫിസിക്സ് ഈസ് മെയ്ഡ് മോർ എക്സൈറ്റിംഗ് ആൻഡ് കൺഫ്യൂസിംഗ് ബൈ ദീസ് ക്വാണ്ടിറ്റീസ്. അപ്പൊ നമുക്ക് ആ ഒരു വേരിയബിൾസ് വേരി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റില്ല, കുറേ കൺഫ്യൂസിങ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു വേരിയബിൾ ക്വാണ്ടിറ്റീസ് കാരണം ഫിസിക്സിന് ഒരുപാട് പ്രോബ്ലംസ് ആണ് വരുന്നത്. കാരണം എന്താണ്? ഇപ്പൊ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഇപ്പൊ ഒരു വാല്യൂ ഫിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രോസസ്സുകൾ എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? ഇപ്പൊ പക്ഷെ ഒന്നും വേണ്ട, ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഞാനൊരു കല്ല് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് ഇടുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ പൊസിഷൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, എനിക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ഇഫ് സപ്പോസ് ആ കല്ല് ഞാൻ മുകളിൽ നിന്ന് ഇടുന്ന നേരം കൊണ്ട് അത് അങ്ങനെ പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഫിക്സ്ഡ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെ അതായത് അതിന്റെ ക്വാണ്ടിറ്റീസ് വേരി ആയിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ട് അതിന്റെ കൈനറ്റിക് എനർജി എന്താണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് റാപ്പിഡ് ഷിഫ്റ്റ് ഇൻ വെദർ ആൻഡ് ദ വിൻഡ് ഡയറക്ഷൻ വെൻ റെയിൻ സ്റ്റാർട്ടഡ്, അല്ലെ? അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ ക്ലൈമറ്റ്, ആ ഒരു ക്ലൈമറ്റും ചേഞ്ച് ആയിട്ടുണ്ടാവും. സിമിലർലി കാറ്റിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ട് റെയിനിങ്ങിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ റെയിനിങ്ങിന്റെ ഒബ്സർവ് ചെയ്യാനോ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ആ ഫിസിക്സ് എന്നത് കുറച്ച് കോംപ്ലക്സ് ആണ് ഈ പറയുന്ന വേരിയബിൾ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ബിക്കോസ് വേരിയബിൾ ക്വാണ്ടിറ്റീസ് കോംപ്ലിക്കേറ്റ് നാച്ചുറൽ പ്രോസസ്, സയന്റിസ്റ്റ് പ്രിഫർ ടു കണ്ടക്ട് എക്സ്പെരിമെന്റ് അണ്ടർ കോൺസ്റ്റന്റ് കണ്ടീഷൻ ടു ഒബ്റ്റെയിൻ ദ ഡിസൈർഡ് ഫൈൻഡിങ്സ്. അപ്പൊ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാനും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ വേരിയബിൾ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമുക്കത് ഇറ്റ് ഈസ് വെരി difficult to find the final. Okay, അടുത്ത നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഇൻ ഫിസിക്സ്. ഫിസിക്സിൽ എന്തൊക്കെ കൺസർവേഷൻ ലോസ് ആണ് വരുന്നത് നോക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് എനർജി ഈസ് എസെൻഷ്യൽ ടു ഫിസിക്സ്. അപ്പൊ ഫിസിക്സിൽ നമുക്ക് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. എവരി ഫിസിക്കൽ ഫിനോമിനൻ റിക്വയർസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ടു ഒക്കർ. എല്ലാ ഫിസിക്കൽ ഫിനോമിനയിലും നമുക്കറിയാം എനർജിയുടെ ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്, അല്ലെ? So energy can be seen or felt in various forms such as heat energy used in motors, electrical energy which is responsible for supplying electricity to the country and so on. അപ്പൊ എനർജി എന്ന് പറയുന്നത് പല ഫോമുകളിലാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ഹീറ്റ് എനർജി ആയിട്ട് കാണുന്നുണ്ട്, മോട്ടറുകളിലൊക്കെ ഹീറ്റ് എനർജി ആയിട്ട് കാണുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നതിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ പല ഫോമുകളിൽ നമുക്ക് എന്തൊക്കെ കാണുന്നുണ്ട്? നമ്മുടെ എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, so every energy transmission is governed by laws of governing energy conservation. അപ്പോൾ ഒരു എനർജി കൺസർവേഷൻ ലോയിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ എനർജി ട്രാൻസ്മിഷനും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ദ ടോട്ടൽ എനർജി ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൺസേർവ്ഡ് ആണ്. That means energy, additional energy cannot be created or destroyed but can only be transferred from one form to another. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ടോട്ടലി ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് കൺസേർവ്ഡ് ആണ്. അതായത് നമുക്ക് അതിലേക്ക് പുതിയതായിട്ടൊരു എനർജി ആഡ് ചെയ്യാനോ അതിലുള്ള എനർജീനെ നമുക്ക് റിമൂവ് ചെയ്യാനോ സാധിക്കില്ല. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതാണ് ലോ ഓഫ് എനർജി കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. Example നോക്കൂ. When a moving car collides with a parked vehicle, the parked car moves, transferring the energy from the moving vehicle to the parked car. ഒരു കാർ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്, പുറകിൽ വന്നിട്ട് വേറൊരു കാർ വന്നിട്ട് പെട്ടെന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിലുള്ള കാർ ഒന്ന് മൂവ് ആകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ നിർത്തിയിട്ടിരിക്കുന്ന കാറിന് പ്രത്യേകിച്ച് എനർജി ഒന്നുമില്ല. പക്ഷെ വരുന്ന കാറിന്റെ ആ എനർജി എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ടിൽ ആ നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എനിക്ക് ഒരു മൂവ്മെന്റ്സ് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ബാക്കിൽ വന്ന് ഇടിച്ച കാറിന്റെ എനർജി എനിക്ക് നശിച്ചു പോയിട്ടില്ല അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ആയിട്ടില്ല. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ഫ്രണ്ട് കാർ, അല്ലെ? മുമ്പിലേക്ക് നിർത്തിയിട്ട് ആ പാർക്ക്ഡ് കാറിലേക്ക് അതിലുള്ള എനർജീനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ when we kick a football on the ground, our muscular energy transformed into ball's kinetic energy. ഇപ്പൊ നമ്മളൊരു
ഒരു ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ വെച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ ഓടി വന്ന് ചിലപ്പോൾ അതിൽ തട്ടും അല്ലെ. അപ്പൊ ആ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ അനങ്ങാതെ നിന്നിരുന്ന ഫുട്ബോൾ എന്താ ചെയ്യുന്നത്, മൂവ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ട്. ആ കൈനറ്റിക് എനർജി എവിടുന്നാണ് കിട്ടുന്നത്, നമ്മുടെ മസ്കുലർ എനർജി, അതായത് നമ്മൾ വേഗം വന്ന് ആ ബോളിലേക്ക് ഹിറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ആ ഒരു നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു മസ്കുലർ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ബോളിലേക്ക് പോയിരിക്കുന്നത്. സോ ആ ബോൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഡിസൈർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല, അതല്ലെങ്കിൽ പുതിയൊരു എനർജി നമുക്ക് എടുക്കാനും പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അതിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ആപ്ലിക്കേഷൻസ് വരുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ദ ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ലോ ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ ന്യൂക്ലിയർ അറ്റോമിക്, ന്യൂക്ലിയറിൽ യൂസ് ചെയ്യുന്നുണ്ട്, അറ്റോമിക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, elementary particle phenomena, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലെ. ദ യൂണിവേഴ്സസ് ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ്, ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു ദിസ് ലോ അല്ലെ. നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് പല ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമുക്ക് ചെയ്യുന്നത്. The quantitatively measures a chemical reaction, that is number of reactants and products involved. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്പർ ഓഫ് റിയാക്ടൻസ് എത്രയുണ്ടോ, പ്രോഡക്റ്റ് എന്താണോ, അതൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് അല്ലെ. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എനർജി കൺസർവേഷൻ നടക്കുന്നുണ്ട്. നോക്കാം. A chemical reaction is merely the rearrangement of atoms in the presence of other molecules. വേറെ കുറെ മോളിക്യൂൾസിന്റെ പ്രസൻസിൽ ഒരു ഇതിലുണ്ടാകുന്ന ആറ്റംസിന്റെ പ്രസൻസ് അറേഞ്ച്മെന്റ്, റീഅറേഞ്ച്മെന്റ് നടക്കുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so the conservation of law of mass apply in a chemical reaction. അപ്പോൾ കൺസർവേഷൻ ഓഫ് മാസ്, നമ്മൾ ആ ഒരു മാസിന്റെ ലോ ആണ് നമ്മൾ, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ലോ ഓഫ് മാസ് ആണ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അപ്ലൈ ചെയ്യുന്നത്. It signifies that a group cannot be generated or destroyed but can be conserved in a chemical reaction. ഒരു ഗ്രൂപ്പിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല, പക്ഷെ നമുക്ക് അതിലൊരു കെമിക്കൽ റിയാക്ഷനിൽ അതിനെ കൺസേർവ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. That is the law of conservation of mass. When energy is released in a chemical process, the chemical reaction is called exothermic. അപ്പോൾ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് രണ്ട് റിയാക്ഷൻസ് വരുന്നുണ്ട്, ഒന്ന് എക്സോതെർമിക്കും വരുന്നുണ്ട്, ഒന്ന് എൻഡോതെർമിക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കെമിക്കൽ പ്രോസസ്സിന്റെ റിസൾട്ട് ആയിട്ട് ഒരു എനർജി നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സോതെർമിക്, അതായത് എനർജി പുറത്തേക്ക് പോവുകയാണ്, എക്സിറ്റ് ആണ്. സോ എക്സോതെർമിക്. അതല്ല, നമുക്കൊരു കെമിക്കൽ റിയാക്ഷനിലേക്ക് പവർ ഡെലിവറി അല്ലെങ്കിൽ നമ്മളൊരു എനർജി ഉള്ളിലേക്ക് കൊടുക്കുകയാണ്, ഉള്ളിലേക്ക് നമ്മൾ പ്രോസസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻഡോതെർമിക്. ഓക്കെ, അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് രണ്ട് റിയാക്ഷൻസ് ആണ്, എക്സോതെർമിക്കും വരുന്നുണ്ട്, എൻഡോതെർമിക്കും വരുന്നുണ്ട്. എക്സോതെർമിക് മീൻസ് എനർജി ഈസ് റിലീസ്ഡ്, എൻഡോതെർമിക് മീൻസ് പവർ ഈസ് ഇൻവോൾവ് ഓർ ഡെലിവേർഡ് ടു എ കെമിക്കൽ പ്രോസസ്. ഓക്കെ, ഇനി അടുത്തത് റിലേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. അപ്പൊ നമുക്കൊരു മാസിന്റെ എനർജിയുടെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E is equal to mc square എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ഫേമസ് ആയ ഒരു ഇക്വേഷൻ ആണ് അല്ലെ, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആണ്. The fundamental existence of physics and its application is energy. അപ്പോൾ ഫിസിക്സിന്റെ ഒരു ഫണ്ടമെന്റൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എനർജിയാണ് അല്ലെ. Therefore the scientists have long assumed that there must be connection between energy and mass. അപ്പോൾ നമ്മുടെ സയന്റിസ്റ്റുകൾ ഒരുപാട് എക്സ്പെരിമെന്റുകൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്, എനർജിയും മാസും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു വിശ്വവിഖ്യാതമായ ഒരു എനർജി ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്, E is equal to mc square എന്നുള്ളത്. E എന്ന് പറഞ്ഞാൽ എനർജിയാണ്, m is the particle mass, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിന്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, m. C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ meter per second ആണ് വരുന്നത്. ഓക്കെ, so the Einstein energy equation established that mass and energy are interchangeable. അല്ലെ, എനർജിയും മാസും നമുക്ക് ഇന്റർചേഞ്ചബിൾ ആണ്. This equation describes the fundamentals of nuclear physics and aids in releasing energy in nuclear power generation and atomic explosion through the fission and fusion of radioactive materials. അപ്പോൾ ഈ ഒരു എനർജി ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ ഫിസിക്സിൽ അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ ജനറേഷൻ അങ്ങനെ പല രീതികളിലും നമ്മൾ ഈ ഇക്വേഷൻ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ആണ് ഫിസിക്സും ടെക്നോളജി, അതായത് ഫിസിക്സ് ടെക്നോളജിയും സൊസൈറ്റിയും ആയിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ടെക്നോളജി സൊസൈറ്റി ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഫിസിക്സ് ടെക്നോളജി സൊസൈറ്റി ഒരു ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ മൂന്ന് ടേംസ്, അതായത് ഫിസിക്സ് ടെക്നോളജി സൊസൈറ്റി, ദേ ആർ ഇന്റർ കണക്റ്റഡ് ആണ്. ഫിസിക്സ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഗിവ്സ് റൈസ് ടു വൺ അനദർ ഇൻ വേരിയസ് വേസ്. സം കോൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് ആർ യൂസ്ഡ് ടു ഡെവലപ്പ് ടെക്നോളജി which hence affect society. അപ്പോൾ നമ്മൾ എന്താണ്
നമ്മൾ കുറച്ച് ഫിസിക്സിന്റെ കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. ഈ ടെക്നോളജി നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സൊസൈറ്റിയിൽ. സോ ദേ ആർ ഇന്റർ കണക്റ്റഡ്. മനസ്സിലായോ? അതായത് ഫിസിക്സ് നമ്മൾ പറഞ്ഞു നേച്ചുറൽ ആണ് അല്ലെ, നേച്ചുറൽ ലോ ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേച്ചുറൽ സയൻസ് ആണ്. അപ്പൊ നേച്ചറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരു ടെക്നോളജി വൈസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ടെക്നോളജി നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? സൊസൈറ്റിയിൽ. സോ ദീസ് ത്രീ തിങ്സ് ആർ ഇന്റർ കണക്റ്റഡ്. ഓക്കെ, അപ്പോ ഹൗ ടെക്നോളജി ഗേവ് റൈസ് ടു ഫിസിക്സ്, ഫിസിക്സിനെ എങ്ങനെയാണ് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നത്? ഹൗ ഫിസിക്സ് ഗേവ് റൈസ് ടു ടെക്നോളജി. ഒന്ന് ടെക്നോളജി എങ്ങനെയാണോ ഫിസിക്സിനെ റൈസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഫിസിക്സ് എങ്ങനെയാണോ ടെക്നോളജിനെ റൈസ് ചെയ്യുന്നത്, ഇത് തമ്മിൽ നമുക്കൊരു ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഫിസിക്സ് നമ്മൾ പറഞ്ഞു, ഫിസിക്സ് നമ്മൾ നേച്ചുറൽ സയൻസിൽ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സയൻസ് ആണ്, നമുക്ക് അത് കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, എക്സ്പെരിമെന്റ്സ് കുറെ ചെയ്യണം, ഇതൊക്കെ നമുക്ക് അറിയണം അല്ലെ. പക്ഷെ ഇതിന്റെയൊക്കെ ബേസിക്സ് ആയിട്ട് നമുക്കൊരു മെഷർമെന്റ് വേണ്ടേ, എന്നാലല്ലേ നമുക്ക് എന്താന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമുക്കിപ്പോ ഒന്നും വേണ്ട, നമുക്കിപ്പോ കുറച്ച് സാധനം വേണം, അല്ലെങ്കിൽ കുറച്ച് അരി വേണം, അത് നമുക്ക് പോയിട്ട് കുറച്ച് അരി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു മെഷർമെന്റ് വേണം അല്ലെ. ഇപ്പൊ ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ടൈം, എന്തിനാണെങ്കിലും നമുക്കൊരു മെഷർമെന്റ് വേണം അല്ലെ. സോ നീഡ് ഫോർ മെഷർമെന്റ്, അതാണ് അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെഷർമെന്റ് is a process by which we can weigh or measure any physical quantity of material using equipment and instruments. എക്യുപ്മെന്റുകളോ ഇൻസ്ട്രുമെന്റുകളോ യൂസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ വെയിറ്റ് അല്ലെങ്കിൽ തൂക്കുകയോ അല്ലെങ്കിൽ അളക്കുകയോ മെഷർ ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ നേച്ചുറലായിട്ട് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ അരി തന്നെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു ത്രാസ് വേണം അല്ലെ. ത്രാസ് പറയുമ്പോൾ നമുക്കത് കിലോഗ്രാമിലാണ് നമ്മൾ, അപ്പൊ അതിന്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അരിയുടെ വെയിറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ എ യൂണിറ്റ് നോൺ ആസ് ന്യൂമറിക്കൽ. ഒരു ന്യൂമറിക്കൽ നമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ. 1 കിലോ, 2 കിലോ, 350 കിലോഗ്രാം, അല്ലെങ്കിൽ 10 കിലോമീറ്റർ, ഇങ്ങനെ നമ്മളൊരു ന്യൂമറിക്കൽ നമ്പറിലാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ബൈ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വി ക്യാൻ ഡിഫൈൻ ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷറിങ്ങിനനുസരിച്ച് നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്താന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് എന്തൊക്കെ മെഷർ ചെയ്യാൻ പറ്റും? മാസ്, വെയിറ്റ്, ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, പ്രഷർ, ഫോഴ്സ്, മൊമെന്റം, എനർജി, അങ്ങനെ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് നമ്പേഴ്സ് ഓഫ് മെഷർമെന്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. Measurement is a system by which we can compare the physical quantity with a unit. We can measure with the help of formula. It is called indirect measurement. അപ്പോൾ നമുക്കൊരു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഓൾറെഡി ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇപ്പൊ ഒരു ത്രാസിൽ നമ്മളൊരു അരി മെഷർ ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഒരു 1 കിലോഗ്രാം, ഇപ്പൊ ഒരു 1 കിലോഗ്രാം ആണെങ്കിൽ ആ ഒരു 1 കിലോഗ്രാമിലുള്ള ഒരു കല്ല് നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും. ദെൻ അതിന് കമ്പയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അരി നമ്മൾ ഇപ്പുറത്തെ പാത്രത്തിൽ ഫില്ല് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ രണ്ടും ഈക്വൽ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? രണ്ടും സെയിം ആണെന്ന് അറിയാം അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു 1 കിലോഗ്രാമിന്റെ കല്ലിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് നമ്മൾ അരി വെച്ചിട്ട്. എപ്പോഴാണോ രണ്ടും ഈക്വൽ ആകുന്നത്, ദാറ്റ് ഈസ് 1 കിലോഗ്രാം ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചില മെഷർമെന്റ്സുകൾ നമുക്ക് ചില ഫോർമുലകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് മെഷർമെന്റ്സിനെ വിളിക്കുന്നതാണ് ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോർമുല. ഓക്കെ, അടുത്തത് യൂണിറ്റ് ഫോർ മെഷർമെന്റ്. മെഷർമെന്റിന്റെ യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. Any characteristics that can be given to matter or energy is called physical quantity. ഇപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒരു എനർജിക്കോ അല്ലെങ്കിൽ ഒരു മാറ്ററിനോ നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓൾവേസ് ഇൻവോൾവ് കമ്പാരിസൺ ഓഫ് വൺ മെഷർ. നമ്മൾ പറഞ്ഞ കാര്യമാണ്, അതിന്റെ തന്നെ ഒരേ സൈൻ കെയിലുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സാധനമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു കമ്പാരിസൺ നടത്തുകയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് മെഷർ used for comparison or measurement of a physical quantity is called unit. അപ്പൊ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് മെഷർ ആണ് അല്ലെ. ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്? ഇറ്റ് മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ് ആയിരിക്കണം അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഇൻകറപ്റ്റബിൾ, കറക്റ്റ് വാല്യൂ ആയിരിക്കണം, എററുകൾ ഉണ്ടാവാൻ പാടില്ല.
It must be reproducible. നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. It should not change with place, time and physical conditions. അപ്പോൾ ഈ മെഷർമെന്റ് അല്ലെങ്കിൽ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ സ്ഥലങ്ങൾക്കനുസരിച്ച് മാറാൻ പാടില്ല, ടൈമിനനുസരിച്ച് മാറരുത്, ഫിസിക്കൽ കണ്ടീഷൻസിനനുസരിച്ചിട്ട് മാറാൻ പാടില്ല. ഒരു ഫിക്സഡ് ആയിട്ടുള്ളതായിരിക്കണം. It should be easily compared with other some similar units. വേറെ ഇതേപോലെയുള്ള സിമിലർ യൂണിറ്റുകളായിട്ട് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റണം. എന്നാലാണ് നമുക്ക് അതിനെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, the quantities which do not depend on any other quantities are called fundamental quantities. അപ്പോൾ കുറച്ചില ക്വാണ്ടിറ്റികൾ വേറെ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ചില ക്വാണ്ടിറ്റീസ് വേറെ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Mass, length, time, temperature, electric current, luminous intensity and amount of substance are taken as the fundamental quantities. അപ്പോൾ ഈ പറയുന്ന ക്വാണ്ടിറ്റീസ് ഒന്നും നമ്മൾ വേറെ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ ഇതൊന്നും വേറെ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. So all these fundamental quantities and their units are called fundamental units. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസുകളെയും ഇവയുടെ യൂണിറ്റിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. The quantities which are derived from the fundamental quantities. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റീസുകളെ നമുക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അവയുടെ യൂണിറ്റുകൾ നമുക്ക് എന്തെന്ന് പറയാം ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാം. ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, so fundamental എന്ന് പറഞ്ഞാൽ which do not depend on any other quantities, that called fundamental quantities and their units are known as fundamental units. The derived എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. then their units are called derived units. ഓക്കെ, അടുത്തത് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ഓക്കെ, സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ CGS സിസ്റ്റം, സെന്റിമീറ്റർ, ഗ്രാം, second system. Okay, centimeter, gram, second. Then CGS. C first one, then G gram, S for second. Okay, ഇതൊരു ഫ്രഞ്ച് സിസ്റ്റം ആണ്. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് സിസ്റ്റം. ഇത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇത് ഓൺലി 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ്? സെന്റിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഗ്രാം എന്ന് പറയുന്നത് മാസ് ആൻഡ് ടൈം ഫോർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമുക്ക് സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം. അടുത്തത് FPS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. ഓക്കെ, F ഫോർ ഫുഡ്, P for pound and S for second. ഇത് നമുക്ക് സെയിം തന്നെയാണ്, ലെങ്ത്, മാസ്, ടൈം അതിന് വേണ്ടി തന്നെയാണ്, പക്ഷെ ഇത് ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. ഓക്കെ, അടുത്തത് MKS സിസ്റ്റം, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അതായത് CGSന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നോക്കൂ, അഗെയിൻ ഫ്രഞ്ച് സിസ്റ്റം തന്നെയാണ്. ദീസ് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതിനൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം തന്നെയാണ്. മീറ്ററിലാണ് വരുന്നത് അല്ലെ. ഇത് നമുക്ക് സെന്റിമീറ്റർ ആയിരുന്നു, ഇത് നമുക്ക് ഇവിടെ എന്താ വരുന്നത്? മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് കോൾഡ് മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ അടുത്ത ഫോർത്ത് വൺ എന്ന് പറയുന്നത് SI യൂണിറ്റ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 7 ഫണ്ടമെന്റലും 2 സപ്ലിമെന്ററി യൂണിറ്റുകളുമാണ് വരുന്നത്. ഏതൊക്കെയാണ്? ലെങ്ത്, ഇറ്റ് ഈസ് ഇൻ മീറ്റർ റെപ്രസെന്റഡ് ബൈ M. മാസ്, കിലോഗ്രാമിലാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത്, ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ kg. ടൈം സെക്കൻഡിലാണ്, S ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കറന്റ്, ആംപിയർ, കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ A, ക്യാപിറ്റൽ A ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിനിലാണ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ഇൻ ക്യാപിറ്റൽ K. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില, CD. amount of substance, mol, MOL. ഓക്കെ, ഇത് 7 എണ്ണമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്ലെയിൻ ആംഗിൾ, ദാറ്റ് ഈസ് റേഡിയൻ, RAD എന്നാണ് സിംബൽ യൂണിറ്റ് പറയുന്നത്. സോളിഡ് ആംഗിൾ, ഇറ്റ് ഈസ് ഇൻ സ്റ്റെറേഡിയൻ. ഓക്കെ, സ്റ്റെറേഡിയൻ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് SR. ഇതാണ് നമുക്ക് SI യൂണിറ്റിൽ വരുന്ന 7 എണ്ണം, അതായത് 7 ഫണ്ടമെന്റൽ ആൻഡ് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് SI യൂണിറ്റിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇതൊരു കൊഹിറന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എ സർട്ടൈൻ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പോൾ സർട്ടൈൻ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് SI യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ വരുന്നുണ്ട്. അടുത്തത് ഇറ്റ് ഈസ് എ റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അസൈൻ ഓൺലി 1 യൂണിറ്റ് ടു എ പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു യൂണിറ്റ് മാത്രമാണ് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ഓൺലി 1 യൂണിറ്റ് ഫോർ ഈച്ച് ക്വാണ്ടിറ്റീസ്. അതായത് ഓരോ ക്വാണ്ടിറ്റിക്കും ഒരു യൂണിറ്റേ ഉള്ളൂ. ഓക്കെ, അതാണ് റാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് എ മെട്രിക് സിസ്റ്റം, അതായത് മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് സിസ്റ്റം ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ പവർ ഓഫ് 10. അതാണ് മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. SI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.